ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മാർച്ച് 28-ന് FDOs കാണുന്നില്ലേ? ആടുജീവിതം, നമ്മുടെ പൃഥ്വിരാജ്, ബ്ലസി, റസൂൽ പൂക്കുറ്റി, AR റഹ്മാൻ, പിന്നെ ഓൾ ക്രൂ എല്ലാവരും ടിക്കറ്റ് ബുക്ക് ചെയ്തില്ലേ? ബുക്ക് ചെയ്തോളൂ. ഞാൻ ഓൾറെഡി ബുക്ക് ചെയ്ത് തൃശ്ശൂർ ആഗം തിയേറ്ററിൽ ഫസ്റ്റ് FDOs ഷോ നമ്മൾ കാണും. അപ്പോൾ എന്താണ് ആടുജീവിതം? ബെന്യാമിൻ്റെ ആടുജീവിതം വായിക്കാത്ത മലയാളികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. പക്ഷെ ഫിലിമിന് ഇഷ്ടപ്പെടുന്ന, കലയെ ഇഷ്ടപ്പെടുന്ന, നോവലിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഈ ആടുജീവിതം എന്ന നോവൽ വായിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ രണ്ടാമത് വായിച്ചു തുടങ്ങിയ ഒരാളാണ്. വായിക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഈ പടം തന്നെയാണ്. ഈ പടം എന്ന് വെച്ചാൽ ഈ നോവൽ വായിച്ച് നമ്മൾ സ്ക്രീനിൽ കാണണം. അപ്പോൾ അത് എക്സ്പീരിയൻസ് എടുക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ വീണ്ടും വായിക്കുന്നത്. അതിനിടയ്ക്ക് ഞാൻ ഈ നജീബിൻ്റെ ഇൻ്റർവ്യൂ കാണുന്നുണ്ടായി ഒരു ചാനലിൽ. അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയത് കേട്ടോ. പക്ഷേ ഞാൻ ഇൻ്റർവ്യൂ കാണുന്ന സമയത്ത് ശരിക്കും ഈ പടം കാണുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഏത് ചാനലിലാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഒരു പ്രൈവറ്റ് ചാനലാണെന്ന് തോന്നുന്നു. പിന്നെ നജീബിൻ്റെ കഥ പറയുന്നുണ്ട് അതിൽ. നജീബിനെ കുറിച്ച് നമുക്ക് അറിയാം. നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ എന്നൊരു ഗ്രാമത്തിൽ ഞാൻ ജനിച്ചത്. തൃശ്ശൂരുണ്ടിട്ടൊരു ആറാട്ടുപുഴ പൂരം ഗംഭീരാണ്. ലോകത്തിലായത്തെ പൂരം എന്നൊക്കെ പറയും. അത്രയും ഫേമസ് പൂരമാണ്. അതിനുശേഷമാണ് തൃശ്ശൂർ പൂരമൊക്കെ ഉണ്ടായത്. അപ്പോൾ നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ ആറാട്ടുപുഴ, അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പ്രവാസി സ്വപ്നങ്ങളുമായിട്ട് വീടൊക്കെ വിറ്റിട്ട് 5 സെൻറ്റ് സ്ഥലമൊക്കെ വിറ്റിട്ട് 55,000 രൂപ മുടക്കിയിട്ട് ആണ് ആള് 93-ല് സൗദിയിൽ പോകുന്നത്. അപ്പോൾ സൗദിയിൽ പോകുമ്പോൾ ആ സമയത്തൊക്കെ പോകുമ്പോൾ 93 കാലഘട്ടത്തിലൊക്കെ പോകുമ്പോൾ ഒരു മലയാളിക്ക് ഉണ്ടാകുന്ന സ്വപ്നങ്ങൾ. സമയത്ത് ആളുടെ ഭാര്യ ക്യാരിങ് ആണ്. 5 മാസം 6 മാസമായിട്ട് ക്യാരിങ് ആണ്. ആ സമയത്താണ് പോകുന്നത്. അവിടെ എത്തി സൗദിയിൽ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. പുറത്തൊരാൾ വെയിറ്റ് ചെയ്യുന്നു. ഇന്നത്തെ പോലത്തെ സംവിധാനങ്ങളില്ല, മൊബൈൽ ഫോണില്ല, കാര്യങ്ങളില്ല. അപ്പോൾ ആരാണോ ബന്ധക്കാരെ കെയർ ഓഫിലേക്ക് പോകുന്ന ബന്ധുക്കൾ വെയിറ്റ് ചെയ്യാൻ പറയാം. അല്ലാത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജൻസികൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയാണ് ഒരു ഏജൻസി വഴിയാണ് ഇത് ട്രൈ ചെയ്യുന്നതും അവിടെ എത്തുന്നതും. അങ്ങനെ ഒരു വണ്ടിയിൽ കയറി ആൾ പോകുന്നു. വണ്ടിയിൽ കയറിപ്പോയ സമയത്ത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ആൾക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി. കാരണം ഒരു മണലാരണ്യങ്ങളിലൂടെ യാത്രയാണ് മരുഭൂമിയിലൂടെ. പോയി വൈകുന്നേരമായി, രാത്രി ആളെന്തെങ്കിലും ചോദിക്കുമ്പോൾ ഭയങ്കര ഗൗരവമായിട്ട് ചൂടാവുന്നു. പേടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, നല്ല ഹൈറ്റിലൊരു അറബി ആയിരിക്കും. അപ്പോൾ ഒരു ആൾ പറയുന്നുണ്ട്. അത് വായിക്കുമ്പോൾ ആ ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അങ്ങനെ ആളവിടെ വൈകുന്നേരത്തോടു കൂടി അവിടെ എത്തിയ സമയത്ത് ഒരു മരുഭൂമിയിൽ അവസ്ഥ. ആൾക്ക് ആകെ ലൈഫിലുണ്ടാകുന്ന പ്രതീക്ഷകളെ കൈവിട്ട് പോയി. അവൾ പടച്ചോനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിവിടെ എത്തിപ്പെട്ട് ഇനി രക്ഷപ്പെടാൻ എന്താണ് മാർഗം. അപ്പം ഇവരെ പെരുമാറ്റം കാര്യങ്ങൾ കണ്ടപ്പോൾ ആൾ മനസ്സിലായി ഞാൻ പെട്ടു എന്നൊരവസ്ഥയിലേക്ക് ആൾ എത്തിപ്പെട്ടു. അവിടെ ചെന്നിട്ട് ആൾ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ കുറേ ആടുകൾ, നൂറുകണക്കിന് ആടുകൾ ഉണ്ട്. അവിടെ രണ്ട് കട്ടിൽ കിടക്കുന്നുണ്ട്, സൈഡിൽ ചാഞ്ഞിട്ട് ഒരു പുതപ്പ് കിടക്കുന്നുണ്ട്. ഒരു ഭീകരനായ ഒരു മനുഷ്യൻ ഉണ്ട്. ആളൊരു മുംബൈക്കാരനാണെന്നാണ് എനിക്ക് വായിച്ച രീതിയിൽ ഓർമ്മ വരുന്നത്. ആളെ പിന്നെ കണ്ടിട്ടില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൾ പെട്ടു എന്ന് മനസ്സിലായി. ആള് ജീവിതം ദൈവത്തോട് പടച്ചവനോട് പ്രാർത്ഥിച്ച് നേരെ വെളുത്ത് കണ്ട കാഴ്ച എന്ന് വെച്ചാൽ മരുഭൂമി, ചൂട് കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ അവസ്ഥയിൽ ആൾ കടന്നു പോവാണ്. അതിനിടയ്ക്ക് രക്ഷപ്പെടാൻ നോക്കി. ഒരുപാട് പീഡനങ്ങൾ കിട്ടി, അടി കിട്ടി. ഞാൻ പല്ല് തേക്കാൻ വരെ സൗകര്യമില്ല. വെള്ളം ഉപയോഗിച്ച് വെള്ളം കളയുന്നതിന് അവർ അറബികൾ അടിച്ചു. പിന്നെ അവിടെ നിന്ന് ഒരുപാട് ഭാഷ മനസ്സിലാവാത്ത വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വന്നു. ഇയാൾ അവിടെ ആടുകൾ ഒരുപാടുള്ളതാണ്. അപ്പോൾ ആടുകൾ ഒരു പ്രസവിക്കുമ്പോൾ ഈ ആടുകൾ കൊണ്ടുപോകാൻ പാല് കൊണ്ട് ആൾ വരുന്ന സമയത്തൊക്കെ പഴകിയ കുക്കൂസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതൊക്കെ വെച്ച് ആൾ കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. പിന്നെ ആടിൻ്റെ പാല്, ജീവൻ നിലനിർത്ത ആടിൻ്റെ പാല് വേണം. അപ്പോൾ അതെടുത്ത് കുടിക്കുക. അങ്ങനെ അസഹനീയമായ ജീവിതം. അതിനിടയ്ക്ക് 1-2 രക്ഷപ്പെടാൻ നോക്കിയിട്ട് നടന്നില്ല. ഒരു ദിവസമാണ് അയാൾ പോയ സമയത്ത് ഏകദേശം 2 കൊല്ലത്തോളം ആളവിടെ കഴിഞ്ഞു. വെച്ചാൽ ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല, ആഘോഷങ്ങൾ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. പകൽ വരുന്നു, രാത്രി വരുന്നു, മണൽക്കാറ്റടിക്കുന്നു, ആടിനെ നോക്കുന്നു. അതിനിടയ്ക്ക് ആൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം ആരും ഇല്ലാത്തൊരവസ്ഥയിലാമെന്ന്. അപ്പോൾ ആടുകൾ, ചെറിയ കുട്ടികൾ വരുമ്പോൾ നാട്ടിലെ ഓരോ ആടുകുട്ടികൾക്ക് പേരിട്ടൊക്കെ വിളിച്ച് ആൾക്ക് ഉള്ളതിൽ വെച്ചൊരു ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടി മനസ്സിനങ്ങനെ വിചാരിച്ച് അതിനിടയ്ക്ക് ഒരു പാകിസ്ഥാനിനെ പരിചയപ്പെടുകയുണ്ടായ സമയത്ത് ഒരു കത്ത് അയക്കാൻ പറ്റി നാട്ടിലേക്ക്. അത് കത്ത് അവിടെ നാട്ടിൽ കിട്ടുമോ എന്നാൾ അറിയുന്നില്ല. പക്ഷെ അത് നാട്ടിൽ കിട്ടി. ആൾ തിരിച്ചു വന്നതിന് ശേഷം പറയുന്നുണ്ട് അത് കത്ത് ഇവിടെ കിട്ടിയിരുന്നു, ഇങ്ങനെ പെട്ടിട്ടുണ്ട്, പക്ഷെ കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ചു വരും. അയാളെ ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും നജീബിൻ്റെ വീട്ടുകാരെ അറിയിക്കുന്നില്ല. അപ്പോൾ മോൻ്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരുന്നു. അപ്പോൾ മോൻ ജനിച്ചിരുന്നു. അപ്പോൾ ആ പാകിസ്ഥാനി ആളൊന്ന് ഓർക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ അത് കിട്ടുക, അതൊരു ലെറ്റർ വെച്ചിട്ട് ആൾ കൊണ്ടുപോകാനുണ്ടായത്. അതിനിടയ്ക്ക് ഒരു ദിവസം രക്ഷപ്പെടുത്താൻ നോക്കി. അത് രക്ഷപ്പെട്ടിട്ട് ആൾ 1.5 ദിവസം ഓടുകയാണ് മണലായിരുന്നു. ഓടിയിട്ട് ഒരു രൂപം എന്ന് വെച്ച് താടിയൊക്കെ വളർന്നു. നമുക്ക് ആ ട്രെയിലർ കാണുന്ന സമയത്ത് അറിയാൻ പറ്റും. താടി വളർന്നു, ആകെ കരുവാളിച്ച് കുളിക്കാൻ പറ്റുന്ന. ഒരു ദിവസം കുളിച്ചതിൽ തല്ലുണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ആൾക്ക് പറ്റാതെ കുളിക്കുന്നതിന് വെള്ളം ഉപയോഗിച്ച് കുളിച്ചതിനകത്ത് ആളെ തല്ലിയിട്ടുണ്ട് അവിടുത്തെ അറബികൾ.
ഞാൻ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാരണം പിന്നെ കുളിക്കാന്ന് വെച്ചാൽ ആൾക്ക് ഇത്ര മലയാളിയാണല്ലോ, നമുക്കറിയാം ഈ പറഞ്ഞ സ്ഥലമൊക്കെ വെള്ളത്തിന് ചുറ്റപ്പെട്ട സ്ഥലമാണ്, ജീവിക്കുന്ന സ്ഥലമൊക്കെ വെള്ളത്തിൽ ജീവിച്ച ആളാണ്. ഞാൻ ആ രീതിയിൽ ജീവിച്ച ആളാണ്. അപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ എന്നിട്ടൊരു 1.5 ദിവസം ഓടിയിട്ടാണ് ആള് ഒരു വണ്ടി അറബി കാണുന്നത്. അവിടെ എത്തിയിട്ട് ആള് ബന്ധക്കാരെ വിളിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ എത്തിയിട്ട് ഹോട്ടലിൽ നിന്ന് മലയാളി കോഴിക്കോട് ഹോട്ടലുകാരും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. രുചികരമായ ഭക്ഷണം 2 വർഷത്തിന് ശേഷം കഴിച്ചു എന്ന് പറയുമ്പോൾ അത് നോവൽ വായിക്കുമ്പോഴും ആളത് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടിയൊരു ഫീൽ ഉണ്ടല്ലോ, അത് സ്ക്രീനിൽ കാണുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. രുചികരമായൊരു ഫുഡ് 2 വർഷത്തിന് ശേഷം കഴിച്ചു. അങ്ങനെ അവിടെ നിന്ന് ആൾ നേരെ ജയിലിൽ പോകുന്നു. അവിടെ പോയി ഇതാവുന്നു, തിരിച്ച് കയറുന്നു. ബന്ധുക്കളെ സഹായങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നു. അതിനിടയ്ക്ക് വേറെ ഇൻസിഡന്റ്, ബന്ധുക്കൾ കൊടുത്ത പൈസ ആളെ നഷ്ടപ്പെടുന്നു, എടുക്കാൻ മറക്കുന്നു. അതിനാൾ നേരെ ട്രെയിൻ കയറി ബോംബെയിലെത്തുന്നു. ബോംബെയിൽ തിരിച്ച് കൂട്ടുകാരൻ കായംകുളം സ്വദേശി ആൾക്ക് അവിടെ നിന്ന് ടിക്കറ്റിനുള്ള പൈസ കൊടുക്കുന്നു. ഇവിടെ എത്തുന്നു. അവസാനം വീണ്ടും ആള് ഗൾഫിൽ പോകുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ അവിടെ കുഞ്ഞിനെ കാണുന്നു. ആള് കസിന്റെ വീട്ടിൽ നിന്നിട്ടൊക്കെയാണ് അവിടെ വന്നത്. കുഞ്ഞിനെ കാണുന്നു. 2 കൊല്ലത്തിന് ശേഷം വരുമ്പോൾ ഒരു മുട്ടായി പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഒരു ഉപ്പയുടെ വിശേഷം നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും ബുക്കിൽ വായിക്കുന്ന സീനും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന സീനും ഒന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കട്ടെ. വീണ്ടും ആള് തിരിച്ചുപോയി. അവിടെ തിരിച്ചുപോയി ഒരു കസിന്റെ കെയർ ഓഫിൽ തിരിച്ചുപോയി. അവിടെ ഒരു UAE എംബസിയിൽ വർക്ക് ചെയ്യുന്ന അനിലോ എന്നൊരു പേര് കറക്റ്റ് ഓർമ്മയില്ല, ആളെ പരിചയപ്പെട്ട് ആളുടെ കാര്യങ്ങളും അവസ്ഥകളും കേട്ട സമയത്ത് ആൾക്ക് വിഷമമായി. ആൾ നിങ്ങൾക്ക് വേണ്ടി ജോലി ഇല്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തതാണ്. പക്ഷെ ആളുടെ അനുഭവങ്ങളും കാര്യങ്ങളും കേട്ട സമയത്ത് വല്ലാത്തൊരു വിഷമമായിട്ട് ആൾ ജോലി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ബെന്യാലിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് ആളൊരു പ്രവാസി ഇങ്ങനെ ഒരു ജീവിതകഥ ആക്കണം എന്ന് വിചാരിക്കുമ്പോൾ ഈ കഥകൾ കേൾക്കുന്നതും ഈ പടം ഉണ്ടാകുന്നത് വളരെ ചുരുക്കി പറഞ്ഞ സംഭവമാണ്. അതിനിടയ്ക്ക് കുറേ ഇൻസിഡൻസ്, ആൾക്ക് കിട്ടിയ പീഡനം, അടി, വിശപ്പ്, ഭക്ഷണമില്ലായ്മ, ബന്ധുക്കളെ കാണാത്ത, വൈഫിനെ കാണാത്ത അവസ്ഥ, കുട്ടികളെ കാണാൻ പറ്റാത്ത അവസ്ഥ, അവരൊക്കെ അനുഭവിച്ച് 2 വർഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമുക്ക് തന്നെ 2-3 ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ മക്കളെ കാണാൻ പറ്റാത്ത അവസ്ഥ. പ്രവാസികളായാലും അവരൊന്നും ഇപ്പൊ കാലം മാറി. 2000 രണ്ടാമത് പോണ സമയത്ത് പറയുന്നുണ്ട് ബന്ധുക്കൾ എയർപോർട്ടിലുണ്ടായിരുന്നു. നമുക്ക് പേടിയായിരുന്നു എയർപോർട്ടിലുണ്ട്. പിന്നെ ഫോൺ സൗകര്യം വന്നു. 93 അതില്ല. ഇപ്പം ഏകദേശം 2023 31 കൊല്ലം കഴിഞ്ഞ്. അപ്പോൾ അന്ന് ഫോൺ സൗകര്യം, ഇപ്പം പിന്നെ ഫോൺ കാര്യങ്ങളൊക്കെ വന്ന് കമ്മ്യൂണിക്കേഷൻ വന്നു. ആൾ പോകുമ്പോൾ 2ാമത് പോകുമ്പോൾ പേടിയായിരുന്നു. ഇപ്പോൾ ഈ പടത്തിന്റെ ചിത്രീകരണ വേളയിലും പൃഥ്വിരാജ് വന്ന ആളെ കാണുന്നുണ്ടായി. അതിനിടയ്ക്ക് ഈ പടം നടക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ബ്ലസ്സി ആളെ വന്ന് കണ്ടു. 11 വർഷം മുമ്പാട്ടോ വന്ന് കണ്ടു. അന്ന് മുതൽ ബ്ലസ്സി ഇതിൻ്റെ പിന്നിലുണ്ട്. വന്ന് കണ്ടു. വീണ്ടും ഡിസ്കഷൻ വന്നു. പൃഥ്വിരാജ് ഫിക്സ് ചെയ്ത് പൃഥ്വിരാജ് സൂപ്പർ സ്റ്റാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അന്നും സ്റ്റാർ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നൊരു നടനാണ്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് ആ രീതിയിൽ വന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന നടനാണ്. അപ്പോൾ അങ്ങനെ വന്ന് പടം ചെയ്തു. ആള് പറയുന്നു പൃഥ്വിരാജ് തന്നെയാണ് എനിക്ക് ക്യൂട്ട്, മോഹൻലാൽ മമ്മൂട്ടിക്കൊന്നും പറ്റില്ല, ആള് തന്നെയാണ് എനിക്ക് കറക്റ്റ് ക്യൂട്ട് ആളെന്ന് പറയുന്നുണ്ട്. ആള് റിലീസിന് വെയിറ്റ് ചെയ്യാണ്. നോമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫസ്റ്റ് കാണുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആയതുകൊണ്ട് ആൾ നോക്കി കാണും, ഫാമിലി ആയിട്ട് തന്നെ കാണുമെന്ന് പറയുന്നു. അപ്പോൾ 11 വർഷത്തെ എഫേർട്ട് ഈ പടത്തിന് പിന്നിലുണ്ട്. ബ്ലസ്സിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതിനിടയ്ക്ക് ഇവര് ഷൂട്ടിങ്ങിന് പോയിട്ട് ജോർദി എന്ന സ്ഥലത്തല്ലേ അവിടെ പെട്ടുകിടക്കുന്നതും അവിടെയുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ. അവരൊരു ആടുജീവിതം അനുഭവിച്ചു. പക്ഷെ അവർ 60 പേര് ക്രൂ ഉണ്ടായിരുന്നു. ഒരു നാട്, ഒരു രാജ്യം അവർക്ക് വേണ്ടി ഇടപെട്ടിരുന്നു. എന്നാലും ആള് പറയുന്നുണ്ട്, നജീബ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അവർക്ക് ഈ അനുഭവം വന്നത് എനിക്ക് മാനസികമായിട്ട് ചെറിയ വിഷമമായി. പക്ഷെ എന്നാലും അവർക്ക് സംസാരിക്കാൻ ആളുകളുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്നാലും അവരത് ഫേസ് ചെയ്തൊരവസ്ഥയാണ്. അപ്പൊ ഈ പടം എന്ന് വെച്ച് ഒരുപാട് എഫേർട്ടുള്ള ഒരു പടമാണ്. നജീബിന്റെ അടുത്തൊരു വികാരം നമ്മൾ കഥയായിട്ട് തോന്നിയെങ്കിൽ അയാളുടെ ജീവിതം, അയാൾ ഇന്ന് ഇപ്പോഴും പറയുമ്പോൾ, ആളെ മുഖത്ത് പറയുമ്പോൾ, ആ കണ്ണുകളിൽ കാണുമ്പോഴൊക്കെ ഞാൻ സത്യം പറഞ്ഞ ഫീൽ. പക്ഷെ ഇത് നോവലാക്കി എഴുതിയത് ആളെ കറക്റ്റ് തന്നെയായിട്ട് രീതിയിലാണ്. ബെന്യാമിൻ നോവലൊക്കെ 1 വർഷത്തോളം ആളെ പിന്നാലെ ഫോളോ ചെയ്ത് ഓരോന്ന് എഴുതിയെന്നാണ് പറഞ്ഞു. അത് ഫിലിമാക്കി ഏകദേശം ബ്ലസ്സിൽ 10 വർഷത്തോളം സമയമെടുത്തു. അത് റിലീസിന് ഇറങ്ങാൻ കൊറോണ കാരണം ഒരുപാട് നീണ്ടുപോയി. ഈ പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിസ്മയം തന്നെയാണ്. പാൻ ഇന്ത്യ മൂവി, എല്ലാ ലാംഗ്വേജിലും പടം വരുന്നു. ഇത് ചരിത്രമാവും ഒരു പടമാണ്. സർവൈവൽ തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സിന് ശേഷം വേറൊരു രീതിയിൽ ഒരാളുടെ സംഭവം, ഒരാളുടെ കഥ, പാടുകളുടെ ഇടയിൽപ്പെട്ട നമ്മുടെ നജീബിക്കയുടെ കഥ, ആലപ്പുഴക്കാരൻ നജീബിക്കയുടെ കഥ. നമ്മളിത് പറയുമ്പോൾ നമുക്കൊക്കെ തോന്നിയൊരു ഫീല് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാവും. അവസ്ഥ ആളനുഭവിച്ച വിഷമങ്ങളൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഓൾ ടൈം എവർഗ്രീൻ ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയായിരിക്കും. എല്ലാവരുടെ കരിയറിൽ ഇതൊരു ഏട് തന്നെയായിരിക്കും. മറക്കാൻ പറ്റാത്ത ഒരു ഏട് തന്നെയായിരിക്കും. ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ പോകുന്നൊരു ഫിലിം തന്നെയായിരിക്കും. മാർച്ച് 28-ന് ലോകം മുഴുവൻ പടം റിലീസിന് വരികയാണ്. എല്ലാ ലാംഗ്വേജിലും പടം റിലീസിന് വരികയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓൾ ദി ബെസ്റ്റ് ടീം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. നിങ്ങളുടെ സ്വന്തം മുകേഷ്.